ഹലോ. ഇന്ന് നമുക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വരുന്നത്, നിങ്ങൾ കാണാതിരിക്കുന്നത്? എന്തോ ഒരു കാര്യം വരുന്നുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. അങ്ങനത്തെ എന്ത് സർപ്രൈസാണ് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റുന്നത്, എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിൽ പെൻറ്റക്കിൾ എനർജി വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കുറച്ചൊരു ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ കുറച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റോ ലോണോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളത് കൊണ്ട് നിങ്ങൾ പൈസ കുറച്ചൊന്ന് പിടിച്ചാണ് ചിലവാക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ അങ്ങനെ പരിചയമുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ഒരു എമൗണ്ട് പറഞ്ഞ സമയത്ത് തിരിച്ച് തരാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ആളെ വിശ്വസിച്ച് നിങ്ങൾ മറ്റെന്തോ കാര്യത്തിന് വേണ്ടി വെച്ചിരുന്ന കാശെടുത്ത് ചിലവാക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ആവശ്യം വരുമ്പോൾ അത് തിരിച്ചു കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു മണി എനർജിയാണ്. നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളിൽ എന്തൊക്കെയോ ഒരു തൃപ്തിക്കുറവുകൾ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ സാധിക്കുന്നില്ല, എന്തൊക്കെയോ ഒരു പോരായ്മ ഇല്ലായ്മയൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഏരിയയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് എന്തോ ഒരു സാധനം വാങ്ങിക്കാനുള്ള സമയമായി, പക്ഷേ അത് വാങ്ങിക്കാനുള്ള ഫൈനാൻസ് കയ്യിലില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വരുന്ന ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയുമായിട്ട് മാനസികമായിട്ട് ഇപ്പം നിങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് അതിൻ്റെ പേരിലൊരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട്. അത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 7 ഓഫ് സ്വേർഡ്സ് ഒരു ഹിഡൻ ഇൻഫ്ലുവൻസ് ആണ്. ഒരു പക്ഷേ അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ചതിയായിരിക്കാം, മണി ബ്ലോക്കുകളായിരിക്കാം. പണ്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫായിരിക്കാം. അതായത് എനിക്ക് ഒരാവശ്യം വരുമ്പോൾ ആരും എന്നെ ഹെൽപ്പ് ചെയ്യില്ല, എനിക്ക് ഒരിക്കലും ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല, എനിക്ക് പൈസ എൻ്റെ കയ്യിൽ നിൽക്കില്ല, ഇങ്ങനെയുള്ള കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് നമുക്ക് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉള്ളതായിട്ട്, മണി ബ്ലോക്ക് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മണി ഓപ്പണോ ചെയ്യുക കേട്ടോ. വേറെ മറ്റ് എക്സ്പെൻസീവായിട്ടുള്ള പൂജകൾ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തവർ മണി ഓപ്പണോ ചെയ്യുക. വിശ്വാസപൂർവ്വം ചെയ്താൽ നമുക്കതിന് റിസൾട്ട് ഉണ്ടാവും. ഇനി എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്നത്? നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് ധനം ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവാം. അതും 2 ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിലേതെടുക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ, ഒരു അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടും കാണാനുണ്ട്. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അടുത്തുള്ള സ്ഥലം പക്ഷേ സാലറി കുറവ്, അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലം പക്ഷേ സാലറി കൂടുതൽ. അപ്പോൾ യാത്ര, മറ്റ് എക്സ്പെൻസുകൾ, അപ്പോൾ അത് വേണോ അതോ വീടിൻ്റെ അടുത്തുള്ള ജോലി നോക്കണോ, അങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവും ഉള്ളത് കൊണ്ട് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്, അവസരങ്ങളാണ് വരുന്നത്, പക്ഷേ അതിൽ നിന്ന് ഏതെടുക്കണം, രണ്ടിനും ദോഷങ്ങളുള്ളത് കൊണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. വരുന്ന ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മണി പ്രോബ്ലം ചെറുതായിട്ടെങ്കിലും ഒന്ന് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, നിങ്ങൾക്ക് നീതി കിട്ടുന്നു, നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ കിട്ടുന്നതായിട്ട്. പക്ഷെ അതൊരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് മുഴുവനായിട്ടും തികയണമെന്നില്ല. എന്നാലും ആ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ മാറാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ എന്ത് ഡിവൈൻ ഇൻ്റർവെൻഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? ദൈവം ഏത് രീതിയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 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 സഹായഹസ്തം നീട്ടുന്നത്? നിങ്ങളുടെ മാനസിക അവസ്ഥ മാറുന്നുണ്ട്. നമ്മളിവിടെ നേരത്തെ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി കണ്ടപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഈ മണി ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ, മാനസിക പ്രശ്നങ്ങൾ, ടെൻഷൻ ഒക്കെ പതുക്കെ ഒന്ന് അലിഞ്ഞ് ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളൊരു ഫുൾ എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അതായത് യൂണിവേഴ്സ് ഇപ്പോൾ ഈ പൈസ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് കിട്ടാൻ പൈസ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിലൊരു വിശ്വാസം തോന്നുകയാണ്, എന്തെങ്കിലും ആവട്ടെ, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോൾ എനിക്കിത് കിട്ടിയല്ലോ, യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഡിവൈൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അനുഗ്രഹം ഇപ്പോൾ അയക്കുന്നത്. അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വലിയ ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവായി പോയതുകൊണ്ട് രാത്രിയിലുള്ള ഉറക്കമില്ലായ്മ, ടെൻഷൻ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പൂർണ്ണമായിട്ട് മാറിപ്പോകണമെന്നില്ല, കാരണം ഇതെല്ലാം ഒരു താരതമ്യേന ലോ എനർജിയിലുള്ള കാർഡുകളാണ്, ഒത്തിരി ഹൈ എനർജി അല്ല. ഫുൾ കാർഡ് മാത്രമാണ് നമുക്കൊരു ഹൈ എനർജി കാർഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറും എന്ന് പറയാൻ കഴിയില്ല. ഒരു ആവറേജ് രീതിയിൽ ചെറിയ രീതിയിൽ അതൊന്ന് പരിഹരിക്കപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫാമിലിയുടെ കൂടെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനോ അവരുടെ കൂടെ സംസാരിക്കാനോ ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ ചെയ്യാനോ ഒക്കെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ്, ഒരു സർപ്രൈസായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കാം. ചിലപ്പോൾ അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനോ കൂടിയായിരിക്കാം വരുന്നത്. പക്ഷേ അത് ഇൻഫാക്റ്റ് നിങ്ങൾക്കൊരു ഒരു അവസരം, നിങ്ങൾക്കൊരു പോസിറ്റീവ് സൈനായിട്ടാണത് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് നിങ്ങൾക്കത്ര സന്തോഷം തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് ഇൻ എഫക്റ്റ് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു സന്തോഷിക്കാനുള്ള അവസരം തന്നെയായിരിക്കും എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. സോ ദിസ് ഇസ് എ സർപ്രൈസ് ഫോർ യു. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്യേണ്ട, കോൾ അവൈലബിൾ അല്ല, മെസ്സേജ് ചെയ്യാം. താങ്ക് യു എവരിവൺ. സീ യു.